Hello friends, welcome to 𝙑𝙤𝙬𝙬 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് FREOPAYനെ കുറിച്ചാണ്. അപ്പോൾ FREOPAY നിങ്ങൾ ചിലപ്പോൾ എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു പേ ലേറ്റർ സർവീസ് തന്നെയാണ്. നമുക്ക് 30 days ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടിയിട്ട് നമുക്ക് 30 days കഴിഞ്ഞിട്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ച്വലി ഇതൊരു ഷോപ്പിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പേ ലേറ്റർ സർവീസാണ്. അതായത് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ഉപയോഗിക്കാം. അതായത് നമുക്ക് എന്താ പറയുക സ്കാൻ ആൻഡ് പേ ചെയ്യാം. UPI പേയ്മെൻറ്റ് ഇതിൽ ആക്ച്വലി കമ്പനി പറയുന്നത് നമുക്ക് നമ്മുടെ എല്ലാ UPI പേയ്മെൻറ്റ്സ് നമുക്ക് ഇതുപോലെ ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് എല്ലാ QR കോഡും നമുക്ക് ഇതുകൊണ്ട് സ്കാൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ഫൈനാൻഷ്യൽ NBFC കമ്പനി തന്നെയാണ്. ഇത് ഇന്ത്യൻ ബേസ്ഡ് കമ്പനി തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ നമുക്കിതിൽ 6000 രൂപ വരെയാണ് നമുക്ക് അപ് ടു ലിമിറ്റ് കിട്ടുക. അപ്പോൾ അത് നോക്കണം നിങ്ങൾ. ഭയങ്കര വലിയ എമൗണ്ടും കിട്ടില്ല. നിങ്ങൾ വേറെ ബാക്കിയുള്ള പോസ്റ്റ് പേ അങ്ങനെയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് 6000 രൂപ വരെ പറയുമ്പോൾ മാക്സിമം നമുക്ക് കിട്ടുള്ളൂ മന്ത്ലി. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇത് ആക്ച്വലി അപ്ലൈ ചെയ്യാൻ നമുക്ക് അങ്ങനെ മെയിനായിട്ട് സംഭവമൊന്നും വേണ്ട. ജസ്റ്റ് KYC മാത്രം മതി. മെയിനായിട്ടും പാൻ മാത്രം മതി. അതായത് പാനിൻ്റെ നമ്മുടെ പാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രം മതി. അതുപോലെ ആധാറിനെ ചിലപ്പോഴാണ് ചോദിക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ മൊബൈലിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ കറക്റ്റായിട്ട് ഇത് ഉപയോഗിക്കുന്നൊന്നുമില്ല. പക്ഷേ നമ്മളൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പേ ലേറ്റർ സർവീസ് നിങ്ങൾക്ക് അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇതിപ്പോൾ അധികം ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കണമെന്ന് റെക്കമെൻഡേഷനും കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കാം. അതായത് UPI പേയ്മെൻറ്റ്സ് QR കോഡ് പേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ മൊബൈലിലാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ FREOPAYൻ്റെ ആപ്പാണ്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ആപ്പ് ഒന്ന് കാണിച്ചു തരണുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കാണിക്കുന്നുണ്ട്. കണ്ട് നമുക്കൊരു ടോട്ടൽ അവൈലബിൾ നമുക്ക് മാക്സിമം സൈൻ അപ്പ് ടു FREOPAY ആൻഡ് ഗെറ്റ് അപ്പ് ടു 600,000 എന്ന് പറയുന്നുണ്ട്. സ്കാൻ എനി QR കോഡ്, ഷോപ്പ് വിത്ത് FREOPAY എനി ടൈം എനിവെയർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പേ ഇൻ 30 days ആണ്. അറ്റ് 0% ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് നമ്മുടെ 30 days കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കയറും. അപ്പോൾ അതിൻ്റെ ഒരു ലോഗിൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി കാണിക്കുന്നത് ഹൗ ഡസ് FREOPAY വർക്ക് ചെയ്യുന്നതായിട്ട്. ഈസി ഓഫ്ലൈൻ ഷോപ്പിംഗ് ആണ്. നമുക്ക് ഷോപ്പ് ഓഫ്ലൈൻ, പോയിന്റ് സ്കാൻ, പേ ഫോർ പർച്ചേസസ് വിത്ത് UPI സ്കാനറാണ്. ഇത് ജസ്റ്റ് സ്കാനർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഓൺലൈനായിട്ട് പറ്റില്ല നമുക്ക് പേ ചെയ്യാൻ. ബൈ നോ പേ ലെറ്റർ ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. ഇൻസ്റ്റൻറ്റ് ട്രാൻസാക്ഷൻസ് ആണ്. യൂസ് ആൻഡ് റീയൂസ് എനി ടൈം എനിവെയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈൻ അപ്പ് ചെയ്യാൻ ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. അവർ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മുടെ ക്രെഡിറ്റ് സ്കോറും സിവിൽ സ്കോറും ഒക്കെ ചെക്ക് ചെയ്യും. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമുക്കൊരു ലിമിറ്റ് തരിക. അത് നമുക്ക് നമ്മൾ നേരത്തെ നമ്മുടെ നോർമൽ ബാക്കിയുള്ള പേ ലെറ്റർ ഉപയോഗിക്കുന്ന പോലെ 30 days'നുള്ളിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റെക്കമെൻഡേഷനും കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു പേ ലെറ്റർ സർവീസിൻ്റെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെയാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ പേ ലെറ്റർ സർവീസിന് ഓൾറെഡി പറഞ്ഞു, ഓൾറെഡി RBI ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം ഷോപ്പിങ്ങിനൊക്കെ പെട്ടെന്ന് നമുക്ക് ലിക്വിഡ് മണി ക്യാഷ് ആയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ പ്രത്യേകിച്ച് എല്ലാ QR കോഡും അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ പേര് എന്തെങ്കിലും സംശയങ്ങൾ കമൻറ്റ് ചെയ്താൽ വന്നിട്ടാണ്. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് ഓൾറെഡി നമ്മൾ ക്ലിയർ ആയിട്ട് എടുത്ത് പറയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ആപ്പിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും സംശയം നമ്മൾ ക്ലിയർ ആക്കി തരും കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് Instagram ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത് ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു കാണാം. ബൈ.